ഹായ് ഗൈസ്, ആദ്യമേ തന്നെ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. നമ്മൾ കുറേ നാളായി ഒരു വീഡിയോ ചെയ്തിട്ട്. ഇത് നമ്മൾ നേരത്തെ വീഡിയോ ഷൂട്ട് ചെയ്തിട്ടിരുന്നതാണ്, ഇതുവരെ ഇടാൻ കഴിഞ്ഞില്ല. അപ്പോൾ ഇത് ന്യൂ ഇയറായിട്ട് ഈ വീഡിയോ തന്നെ അങ്ങ് ഇടാമെന്ന് നമ്മൾ വെച്ചു. നമുക്ക് സ്വന്തമായിട്ട് പുളിയില്ല, നമ്മുടെ ചേച്ചിയുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ്. അപ്പോൾ അത് കുറച്ച് കൊണ്ടുവന്ന് നമ്മൾ അരിഞ്ഞ് വെയിലത്തിട്ട് ഉണക്കി. അപ്പോൾ അവസാനം ഈ പരുവത്തിലായി കിട്ടിയിട്ടുണ്ട്. അത് പിന്നെ അമ്മ ഉപ്പും വെളിച്ചെണ്ണയൊക്കെ തേച്ച് നല്ല കറി വെക്കാൻ പാകത്തിന് ആക്കിയിട്ടുണ്ട്. അത് നമ്മൾ തോട്ടുപുളിയാണ്, വടക്കംപുളി എന്നും പറയും. നമ്മൾ ചേച്ചിയുടെ വീട് ഹരിപ്പാടാണ്, അപ്പോൾ അവിടെയൊക്കെ ഇത് ധാരാളമായിട്ട് കിട്ടുന്നതാണ്. അപ്പോൾ അവിടെ നിന്ന് കൊണ്ടുവന്നതാണ്. അപ്പോൾ നമുക്കൊരു വർഷത്തേക്കുള്ളത് ഉണ്ട്. എന്തായാലും നമ്മളത് ഉണക്കി തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ മീനൊക്കെ കിട്ടുമ്പോൾ അതിനകത്തിട്ട് വെക്കാം. മീനും നമ്മളവിടെ നിന്ന് കൊണ്ടുവരും. ഇനി മീനിൻ്റെ സീസണൊക്കെ ആവുന്നുണ്ട്. അവർ കൃഷി തുടങ്ങാൻ ഇനി വയൽ വെള്ളമൊക്കെ പറ്റിച്ച് തുടങ്ങി. അപ്പോൾ മീനൊക്കെ കിട്ടും, ധാരാളം മീനൊക്കെ കിട്ടും. നമ്മൾ കഴിഞ്ഞ വർഷം ചെയ്തിട്ടുണ്ട് മീനിൻ്റെ വീഡിയോ ഒക്കെ. അപ്പോൾ ഇനി മോടെ ബർത്ത്ഡേ വരുന്നുണ്ട്. അപ്പോൾ ബർത്ത്ഡേക്ക് പോകുമ്പോൾ മീൻ കിട്ടുകയാണെങ്കിൽ നമ്മൾ കൊണ്ടുവരും. നമ്മളതൊരു വീഡിയോ ചെയ്യുന്നതായിരിക്കും, ഉടനെ തന്നെ വീഡിയോ ഇടുന്നതായിരിക്കും. ഇതൊരു വർഷത്തേക്കുണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നാം. നമുക്കിത് ഒരു വർഷത്തേക്കുള്ള പുളിയുണ്ട്. കാരണം നമ്മളിവിടെ എല്ലാ ദിവസവും മീൻ മേടിക്കാറില്ല. അച്ഛന് മീൻ നിർബന്ധമില്ല, ഗിരിയേട്ടനും മീൻ കഴിക്കാറില്ല, മീൻ ഇറച്ചിയും കഴിക്കാറില്ല. അതുകൊണ്ട് നമുക്കിത് ഒരു വർഷത്തേക്കുള്ള പുളിയുണ്ട്. അമ്മ അതെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. എന്തായാലും നമ്മുടെ വീഡിയോ ഇത്രയും നേരം കണ്ട എല്ലാവർക്കും താങ്ക്സ്. ഒരിക്കൽ കൂടി ഹാപ്പി ന്യൂ ഇയർ.